ഒന്ന് തെസ്സലോനിയൻസ് ഒന്നാമത്തെ അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 1 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ അല്പം വിശദമായി തന്നെ പഠിച്ചു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആദ്യത്തെ 6 വാക്യങ്ങൾ വളരെ കൃത്യമായിട്ട് ദൈവവചനം പഠിക്കാനായിട്ട് ക്രമമായിട്ടുണ്ടായിരുന്നവർക്കറിയാം എന്താണ് ആ വിഷയത്തിൽ, ആ വേദഭാഗത്തിൽ നമ്മൾ പഠിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് ഞാൻ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളെയാണ് ദൈവകൃപയിൽ ആശ്രയിച്ച് വിശദീകരിക്കാനായിട്ട് പോകുന്നത്. 7 മുതൽ 10 വരെ, ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 1 7 to 10. ഞാൻ ആ വാക്യങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം. തിരുവെഴുത്ത് മുന്നിലുള്ള എല്ലാവരും ആ വേദഭാഗത്തിലേക്ക് തന്നെ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. 7-ാം വാക്യം: അങ്ങനെ നിങ്ങൾ മെക്കദോന്യയിലും അക്കായിലും വിശ്വസിക്കുന്നവർക്കെല്ലാവർക്കും മാതൃകയായി തീർന്നു. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മെക്കദോന്യയിലും അക്കായിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറയുവാൻ ആവശ്യമില്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുവാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. വളരെ ഇത്രയും നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഒത്തിരി എപ്പിസോഡായി ഒന്നാമത്തെ അധ്യായം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട്. വളരെ ഡീപ്പായിട്ട് എല്ലാ വാക്യങ്ങളും വിശദമായിട്ട് തന്നെ ചിന്തിക്കേണ്ട ഒരു അധ്യായമാണ് ഈ ഒന്നാമത്തെ അധ്യായം. അതുകൊണ്ട് ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളെ നിങ്ങളുടെ മുന്നിൽ ഒന്നുകൂടെ കൊണ്ടുവരാം എന്നാണ് വിചാരിക്കുന്നത്. 1-ാം വാക്യത്തിൽ ഒരു ഗ്രീറ്റിംഗ്സ് അവർ 3 പേരുടെയും ചേർന്ന് പറയുന്നു. അതിനുശേഷം അപ്പോസ്തോലൻ പ്രാർത്ഥിക്കുകയാണ്. അവരെല്ലാവരും, തൻ്റെ കൂടെയുള്ളവരും പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയിൽ 3 കാര്യം വിശേഷാലോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 1, നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേല, സ്നേഹത്തിന്റെ പ്രയത്നം, നിങ്ങളുടെ പ്രത്യാശയുടെ സ്ഥിരത, പ്രൊഡക്ഷൻ, അഫെക്ഷൻ, കണ്ടിന്യൂവേഷൻ. ഈ 3 കാര്യത്തെ വിശേഷാലോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതാണ് അവരുടെ പ്രസന്റ് കണ്ടീഷനാണ്. ഇപ്പോഴാ സഭ ആയിരിക്കുന്ന ആ പ്രസന്റ് സാഹചര്യം. ഇത്രയേറെ നമ്മൾ തെസ്സലോനിക്ക പട്ടണത്തെ പറ്റി പഠിച്ചു. ആ പട്ടണത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പഠിച്ചു. ആ സഭ അവിടെ അത്രയും മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ആ പട്ടണത്തിൽ എത്ര പവിത്രമായിട്ടാണ് ദൈവസഭയെ അവിടെ നിർത്തിയിരിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ വളരെ ദൈവപ്രവർത്തിക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് തെസ്സലോനിക്ക സഭയുടെ ഹോളിനെസ്. ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ അതിന്റെ ആരംഭം മുതൽ പഠിച്ചു വന്നപ്പോൾ ഞാൻ ആരംഭത്തിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരു ദൈവസഭയുടെ, മാതൃകാ സഭയുടെ 10 മാർക്കാണ് ഈ അധ്യായം. അതിനെ ഇൻഡിവിജ്വലൈസ് ചെയ്താൽ ഓരോ ക്രൈസ്തവനും ഒരു ജെന്യുവിൻ ക്രൈസ്തവനാകണമെങ്കിൽ ഈ 10 അടയാളങ്ങൾ ആ വ്യക്തിയിൽ കാണണം എന്നതാണ് ഈ ചാപ്റ്ററിന്റെ കോർ, അതിന്റെ തീമായിട്ടുള്ളത്. ആ 10 കാര്യങ്ങളാണ്. ഞാൻ അതിനകത്ത് 6 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് വിശദീകരിച്ചായിരുന്നു. നിങ്ങൾ ഓർക്കുന്നല്ലോ: വിശ്വാസത്തിന്റെ വേല, സ്നേഹത്തിന്റെ പ്രയത്നം, നമ്മുടെ പ്രത്യാശയുടെ സ്ഥിരത, അതുപോലെ തന്നെ അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവത്തിന്റെ വചനം ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെയാണ് നിങ്ങളുടെ അടുക്കൽ വന്നത്. അതായത് ആ ലോക്കൽ സഭ ശക്തമേറിയ ദൈവവചന ശുശ്രൂഷയുടെ അണ്ടറിലാണ് അവരിയ്ക്കുന്നത്. അവരെ നടത്തിയ മൂപ്പന്മാർ, അവരെ നടത്തിയ ഇടയന്മാർ, അവരുടെ മേൽ അധ്യക്ഷത ചെയ്ത അധ്യക്ഷന്മാർ ആ സഭയിൽ വളരെ വ്യക്തമായി ദൈവവചനം പറഞ്ഞു കൊടുത്താണ് ആ സഭയെ വളർത്തിയത് എന്നാണ്
അതിൻ്റെ കേവലം വചനം മാത്രമല്ല എന്ന് പറഞ്ഞാൽ വെറും പ്രഭാഷണങ്ങളോ ഫിലോസഫീസോ ഒന്നും അല്ല. ആ ദൈവവചനത്തിന്റെ ശക്തി അവർക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു. അതിന്റെ ശക്തിയുടെ പിന്നിലെ പേഴ്സൺ എന്നുള്ളത് ഹോളി സ്പിരിറ്റ് ആണ്. അതിന്റെ ഒന്നാമത്തെ പ്രത്യേകത വളരെ നിശ്ചയത്തോടെ, നമ്മളവിടെ വായിക്കുന്ന വാക്കുണ്ട്, ബഹു നിശ്ചയത്തോടും കൂടെ, വളരെ ക്ലാരിറ്റിയോടുകൂടെയാണ് ആ ശക്തിയുടെ പ്രദർശനമായിട്ട് ദൈവവചന ശുശ്രൂഷ അവിടെ മാറിയത്. അല്ലാതെ പറയുന്നവർക്കും എന്താ പറഞ്ഞെന്നറിയാൻ മേല, കേൾവിക്കാർക്കും ഒന്നും മനസ്സിലായില്ല. അങ്ങനല്ല. ദൈവശക്തിയോടെ വചനം പറയുക എന്ന് പറഞ്ഞാൽ ബഹുനിശ്ചയം, വെരി ക്ലാരിറ്റി. കേൾവിക്കാർക്ക് എന്താണെന്ന് വളരെ വ്യക്തമായ നിലയിൽ ആത്മശക്തി അവരുടെ ഹൃദയത്തിലേക്ക് കയറി എന്നാണ് വായിക്കുന്നത്. എന്തുകൊണ്ട്? ആ ശക്തിയോടെ, ആത്മാവോടെയാണ് ഇത് കയറിയത്, ചെന്നത് എന്ന് പറയാൻ കാര്യം, ഒന്ന്, കർത്താവിനെ അന്വേഷിക്കുന്ന ആരുമില്ല, ഒരുത്തം പോലും ഇല്ല. എല്ലാവരും കർത്താവിൽ, അല്ലെങ്കിൽ എല്ലാവരും മരിച്ചവരാണ്, എല്ലാവരും ഇരുട്ടിനെ ഇഷ്ടപ്പെടുന്നവരാണ്. സകലരുടെയും കണ്ണ് ഈ ലോകത്തിന്റെ പ്രഭു കുരുട്ടാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ മരിച്ച, ഇരുട്ടിനെ സ്നേഹിക്കുന്ന, കണ്ണ് കാണാൻ മേലാത്ത യാതൊരുവനിലേക്കും എത്ര ശക്തമായിട്ട്, എത്ര ശബ്ദത്തിൽ പറഞ്ഞാലും ഒരു വർക്കും ദൈവവചനത്തിന് ഉണ്ടാകുകയില്ല. അതിനാണ് ആത്മശക്തിയും പരിശുദ്ധാത്മാവും ബഹുനിശ്ചയവും ഉണ്ടെങ്കിൽ മാത്രമേ ഇരുട്ടിലിരിക്കുന്നവന്റെ കണ്ണ് പ്രകാശിക്കത്തുള്ളൂ, അവൻ രക്ഷിക്കപ്പെടത്തുള്ളൂ, അവൻ വിശുദ്ധീകരണത്തിലേക്ക് വരത്തുള്ളൂ. അതാണ് അതിന്റെ അർത്ഥം. അങ്ങനെ 5-ാം വാക്യത്തിനകത്ത് ശക്തമേറിയ വചന ശുശ്രൂഷ നടക്കുകയും ആ വചന ശുശ്രൂഷയുടെ എഫക്റ്റ് ആണ് 6-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്നത്. 6-ാമത്തെ വാക്യം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. യു ഓൾസോ ബിക്കം ഇമിറ്റേറ്റേഴ്സ് ഓഫ് us ആൻഡ് ഓഫ് ദ ലോർഡ്. നിങ്ങൾ ഞങ്ങളെയും കർത്താവിനെയും അനുകരിക്കാനായിട്ട് തുടങ്ങി. നിങ്ങൾ ഓർക്കുന്നല്ലോ, ശക്തിയോടെയുള്ള ദൈവവചന ശുശ്രൂഷയുടെ റിസൾട്ട് എന്താണെന്നറിയാമോ? കർത്താവിനെ അനുകരിക്കാനായിട്ട് തുടങ്ങും, കർത്താവിനെ അനുകരിക്കുന്നവരെ അനുകരിക്കാനായിട്ട് തുടങ്ങും. അതാണ് ദൈവവചന ശക്തിയുടെ ഏറ്റവും വലിയ അടയാളം എന്നുള്ളത്. അല്ലാതെ ഒരു യോഗം കഴിയുമ്പോൾ പോകുന്ന എന്തോ ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ് അല്ല. ഒരു വ്യക്തിയിൽ ശക്തിയോടെ ദൈവവചനം ചെല്ലുക, ആത്മശക്തിയോടെ അവന്റെ അകത്ത് പരിവർത്തനം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം അവന്റെ ജീവിതം പുതിയതാകുന്നു എന്നാണ്. ഏറ്റവും മനോഹരമായ എക്സാമ്പിൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർത്തത് സക്കായിയുടെ കാര്യമാണ്. ഒരു കർത്താവുമായിട്ടുള്ള ആ എൻകൗണ്ടർ എന്നുള്ളൊരു പദത്തെക്കാൾ കർത്താവിനെ കണ്ടുമുട്ടിയ, കർത്താവുമായിട്ട് വിസിറ്റ് ചെയ്ത, രക്ഷയിലേക്ക് വന്ന സക്കായിയിൽ ഉടനടി മാറ്റമായിരുന്നു. അപ്പോൾ തന്നെ വളരെ പ്രത്യക്ഷമായ നിലയിലുള്ള മാറ്റങ്ങൾ ആ വ്യക്തിയിൽ കാണാനായിട്ട് കഴിയുന്നു. പൗലോസിൽ വളരെ പ്രത്യക്ഷമായ മാറ്റങ്ങൾ അപ്പോൾ തന്നെ കാണാനായിട്ട് കഴിയുന്നു. ഞാൻ പറയുന്നതിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. നോക്കൂ, ശക്തിയോടെ വചനം വരുന്നു, അവരുടെ their life has become new, അവരുടെ ട്രാൻസ്ഫോർമേഷനിലേക്ക് വരുന്നു. അതാണ് ശക്തമേറിയ വചന ശുശ്രൂഷയുടെ പ്രത്യേകത. അടുത്തത് നമ്മൾ ചിന്തിച്ചിരുന്നു, എ ജോയ് ദാറ്റ് ഈസ് ട്രാൻസെൻഡന്റ്. 6-ാം വാക്യത്തിൽ തന്നെയുണ്ട്. ഈ വളരെ ഉപദ്രവത്തിന്റെ നടുവിലും കഷ്ടതയുടെ നടുവിലും അതിസന്തോഷത്തോടെ, വളരെ സന്തോഷത്തോടെ, പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു എന്നാണ് വായിക്കുന്നത്. അതിന് ഞാൻ കൊടുത്ത പദം ഒന്നുകൂടെ പറയാം, ജൂബിലേഷൻ. JUBILATION, ജൂബിലേഷൻ. വളരെ സന്തോഷം, അതിയായ സന്തോഷം എന്നാണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ 6 കാര്യം ഞാൻ 4-5 ആഴ്ചകൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ്. കർത്താവിനെ അനുകരിക്കുന്നത് സഫറിങ്ങിലാണ്, ഹോളിനെസ്സിലാണ്, ലവിൽ, സ്നേഹത്തിലാണ്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഈ വേദഭാഗം നോക്കിയപ്പോൾ ഒരു ഭക്തൻ എഴുതിയൊരു വാചകം ഇതാണ്: ദ തെസ്സലോനിയൻസ് ഹാഡ് ബിക്കം തേർഡ് ജനറേഷൻ മിമിക് ഓഫ് ക്രൈസ്റ്റ്. കർത്താവിനെ അനുകരിക്കുന്ന 3-ാമത്തെ ജനറേഷൻ ആയിരുന്നു ഈ തെസ്സലോനിക്ക സഭ. 1-ാമത്തെ ജനറേഷൻ എന്നുള്ളത് കർത്താവാണ്, 2-ാമത്തെ ജനറേഷൻ എന്നുള്ളത് പൗലോസാണ്, 3-ാമത്തെ ജനറേഷൻ എന്നുള്ളത് തെസ്സലോനിക്ക സഭയാണ്. നമ്മളൊക്കെ ഇങ്ങനെ
ആവേശം കൂടിയൊക്കെ പറയാറുണ്ട്, ഞങ്ങള് പെന്തക്കോസ്ത് സഭയുടെ 5ാമത്തെ തലമുറയാണെന്നുള്ളത്. അതിനകത്തൊന്നും വലിയ കാര്യമില്ല. ഇതാണ് കാര്യം. കർത്താവിനെ അനുകരിക്കുന്നതിൽ 5ാമത്തെ തലമുറയാണെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർത്താവിന്റെ സ്വഭാവത്തോട്, കർത്താവിന്റെ ഹോളിനെസ്സിനോട്, കർത്താവിന്റെ സ്നേഹത്തോട്, കർത്താവിന്റെ സഫറിങ്ങിനോട് നമുക്ക് യാതൊരു വിധമായ മിമിക്കും ഇല്ലെങ്കിൽ ഒരു പാരമ്പര്യത്തിനും ഇനി 2000 വർഷത്തെ അങ്ങ് യെരുശലേമിലെ അന്ത്യോക്യയിലെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഇതാണ് അനുകരിക്കുക, ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ കൈമാറ്റം, ഇതാണ് വാസ്തവത്തിൽ ശുശ്രൂഷയുടെ കൈമാറ്റമായിട്ട് പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർത്താവിനെ അനുകരിക്കുക, ഇതാണ് ശക്തമേറിയ വചന ശുശ്രൂഷയുടെ റിസൾട്ട് എന്നുള്ളത്. കുറഞ്ഞ പക്ഷം നമ്മുടെ അകത്തൊരു ഭയമെങ്കിലും ഉണ്ടാകണം. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. നോക്കൂ, അങ്ങനെ ആ സഭ ആ സന്തോഷത്തോടെ അനേക കഷ്ടങ്ങളിലും സന്തോഷത്തോടെ കർത്താവിനെ സേവിപ്പാനിടയായി തീർന്നു. 6 കാര്യം. 7ാമത്തെ 4 കാര്യം കൂടെയും പറയണം. 2ാം അധ്യായത്തിലേക്ക് പോകാൻ സമയം കിട്ടുകയില്ല, കാരണം എനിക്കത് 2-3 പാർട്ടായിട്ട് വേണം പറയാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനോ ഫോളോ ചെയ്യാനോ ബുദ്ധിമുട്ടായിരിക്കും. 7ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധയോടെ നോക്കിയേ. അങ്ങനെ നിങ്ങൾ മക്കെദോന്യയിലും അക്കായിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകയായി തീർന്നു. ദിസ് ഈസ് ദ അനദർ എഫക്റ്റ് ഓഫ് പവർഫുൾ പ്രീച്ചിങ്. ദൈവവചനം കേവലം വചനം മാത്രമായിട്ടല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ വന്നതിന്റെ 1ാമത്തെ റിസൾട്ട് ആണ് അവർക്കുണ്ടായ ട്രാൻസ്ഫോർമേഷൻ. 2ാമത്തെ റിസൾട്ട് ആണ് ജൂബിലേഷൻ. 3ാമത്തെ റിസൾട്ട് ആണ് ഇല്ലുസ്ട്രേഷൻ. അവരനേകർക്ക് മാതൃകയായി തീർന്നു. ഇനിയും എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ഒരിക്കലും ദൈവവചനം ശക്തിയോടെ വന്നു, കേവലം വചനമായിട്ട് മാത്രമല്ല വളരെ ശക്തിയോടെ ആയിരുന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് ശക്തി എന്ന് പറഞ്ഞാൽ ശബ്ദമെന്നോ ശക്തി എന്ന് പറഞ്ഞാൽ സ്പീഡെന്നോ അല്ല. അതൊക്കെ ഉണ്ടാകാതിരിക്കാം, അതിനൊരു പ്രാധാന്യതയില്ല. പക്ഷെ പ്രാധാന്യത ഇവിടാണ്. ഞങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടുന്നു, ഞങ്ങൾ പുതിയ സൃഷ്ടിയായി തീരുന്നു, ഞങ്ങളുടെ സ്വഭാവം എക്സംപ്ലറി ആയിട്ട് മാറുന്നു. എ ബിഹേവിയർ ദാറ്റ് ഈസ് എക്സംപ്ലറി. ഇതാണ് ശക്തിയോടെയുള്ള വചന ശുശ്രൂഷയുടെ റിസൾട്ട്. പ്രിയപ്പെട്ടവരെ, ദൈവവചന കേൾവിയിൽ ഒരുവൻ അതീവ ശ്രദ്ധയോടെ തിരുവെഴുത്ത് കേൾക്കാനായിട്ടിരുന്നാൽ ഉറപ്പായും ഈ നിലയിലുള്ള മാറ്റങ്ങൾ ആ വ്യക്തിയിൽ വളർന്നു തുടങ്ങിയിരിക്കും. ഇല്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ദൈവവചനത്തോട് ഒരു അപ്പോസ്റ്റേറ്റ് ആയിട്ട്, ഒരു പെരിഫറൽ ആയിട്ടുള്ള ക്രിസ്ത്യാനിറ്റിയാണ് നിങ്ങൾ നയിക്കുന്നത്. അല്ല, ഒരു ഡീപ്പ് കൺവിക്ഷൻ ജീവിതത്തിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ നിലയിലുള്ള ഒരു മാതൃകാപരമായ പെരുമാറ്റം ദൈവമക്കളിൽ ഉണ്ടായിരിക്കും എന്നതിന് യാതൊരു സംശയമില്ല. നമുക്ക് ആ വാക്യത്തെ ബിഹേവിയർ ദാറ്റ് ഈസ് എക്സംപ്ലറി, നമുക്ക് ആ വാക്യത്തെ ഒന്ന് പരിശോധിക്കാം. എൻ്റെ ഒപ്പം നിങ്ങൾക്കൊന്ന് വരാനായിട്ട് കഴിയുമോ? അവിടെ 7ാമത്തെ വാക്യത്തിനകത്ത് നമ്മൾ വായിക്കുന്നത് അവിടെ എ മോഡൽ ചർച്ച്, സഭ ഒരു മാതൃക സഭയാകണമെങ്കിൽ ബോർഡ് വെച്ചുകൊണ്ടോ ഭയങ്കര സെറ്റപ്പ് ആണെന്ന് പറഞ്ഞുകൊണ്ടോ അതൊക്കെ വേണം, നല്ല കാര്യമാണ്. പക്ഷേ ഒരു കാര്യമില്ല, ഈ പറയുന്ന ഇന്റേണൽ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് എൻ്റെ പാസേജിന് ഒരു ഹെഡിങ് കൊടുക്കാം, ഒരു ട്രൂ ബിലീവറിൽ ഉണ്ടാകേണ്ട 10 അടയാളങ്ങൾ. അതാണ് ഇതിന്റെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹെഡിങ്. അതാണ് എ ട്രൂ ബിലീവറിൽ ഉണ്ടാകേണ്ട 10 അടയാളങ്ങൾ. 6 ചിന്തിച്ചു. 7ാമത്തേത് ഇല്ലുസ്ട്രേഷൻ. അനേകർക്ക് നമ്മുടെ ജീവിതവും നമ്മുടെ ഇടപാടും നമ്മുടെ ലോക്കൽ സഭയും മാതൃകയായിരിക്കും. നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, സാമാന്യമായതും വിശുദ്ധമായതും. ഒരു പ്രയോഗമാണ്, സാമാന്യമായതും വിശുദ്ധമായതും എന്ന് പറഞ്ഞാൽ കേവലം സാമാന്യമായത് കുഴപ്പമില്ല, ഓക്കെയാണ്. പക്ഷേ അതിൽ നിന്ന് സെപ്പറേറ്റ് ആയത്, സെറ്റപ്പാർട്ട് ചെയ്തത്, ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടത്, അതാണ് ഇവിടെ പറയുന്ന എക്സംപ്ലറി, എ മോഡൽ ക്രിസ്ത്യൻസ്. ഈ തെസലോനിക്ക സഭ ബിക്കം എ മോഡൽ ചർച്ച്. അനേകർക്ക് അവിടെ അനേകർ എന്നുള്ളത് നിങ്ങളൊന്ന് ആ വാക്യത്തിലേക്ക് നോക്കിയേ. അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പ്രയോഗം
വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമാണ്. 7ാമത്തെ വാക്യത്തിനകത്ത് യു ബിക്കം ആൻ എക്സാമ്പിൾ ടു ഓൾ ദ ബിലീവേഴ്സ്. ഓൾ ദ ബിലീവേഴ്സ് എന്നുള്ളത് നിങ്ങൾ ഓർക്കുന്ന, ഞാൻ കഴിഞ്ഞ ആഴ്ച ഹൈപ്പർബോളെ എന്നൊരു പദം പറഞ്ഞിരുന്നു. ഹൈപ്പർബോളെ അത് എഴുത്തുകാരുടെ ഒരു പ്രത്യേകതയാണ്. ഞാൻ താഴോട്ട് വരുമ്പോൾ അതിന് കുറച്ച് റെഫറൻസ് തരാം. ഇവിടെ മെക്കദോന്യ എന്ന് പറഞ്ഞാൽ ആ ലോക്കലാണ്. മെക്കദോന്യ ലോക്കൽ. ആരംഭ ക്ലാസ് നിങ്ങൾ ഓർക്കുന്നോ? തെസലോനിക്ക ഈസ് നോൺ ആസ് ദ മദർ ഓഫ് മാസിഡോണിയ എന്നൊരു സെന്റൻസ് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ മെക്കദോന്യയുടെ ആ ഹൃദയഭാഗമാണ് തെസലോനിക്ക. ആ മെക്കദോന്യ സഭകൾ എന്ന കൊരിന്തിൽ നമ്മൾ വായിക്കുമ്പോൾ, കൊരിന്ത് ലേഖനത്തിൽ വായിക്കുമ്പോൾ ഏറ്റവും പ്രൈമറി ഫോക്കസ് ആരെയാ? തെസലോനിക്ക സഭയാണ്. മനസ്സിലാവുന്നോ? അവരുടെ ഗിവിങ്, അവരുടെ പ്രാർത്ഥന, അവരുടെ ക്യാരക്ടർ ഏറ്റവും അവിടുന്നാണ് ഫിലിപ്പിയിലേക്കും ബെരോവയിലേക്കും ഒക്കെ പോകുന്നത്. ഇവിടെ മൂന്ന് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മെക്കദോന്യയിലും അക്കായിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകയായി തീർന്നു പറഞ്ഞാൽ അർത്ഥം എന്താ? മെക്കദോന്യ ലോക്കലൈസ്ഡ് ആയിട്ട് അവർ മാതൃകയായിരുന്നു. അതുപോലെ തന്നെ അക്കായ അതിന്റെ നോർത്തേൺ പാർട്ടിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ്. ലോക്കലിൽ നിന്ന് മോഡേൺ ഗ്രീസ് മുഴുവൻ, അതാണ് അക്കായ, മക്കദോനിയ എന്ന് പറഞ്ഞാൽ, മാസിഡോണിയ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മോഡേൺ ഗ്രീസ്. ഗ്രീസിൽ പോകുന്നവർക്ക് ഈ സ്ഥലങ്ങളുടെ ഒക്കെ പുതിയ പേരുകൾ ഏതാണ്ട് ഇതിനോട് സാമ്യമായിട്ടുള്ള പേരുകൾ തന്നെയാണ്. ആ ലോക്കലൈസ്ഡ് ആയിട്ടും നാഷണലൈസ്ഡ് ആയിട്ടും ഈ സഭ മാതൃകയായിട്ട് തീർന്നു. അടുത്ത പ്രയോഗം കണ്ടോ? എല്ലാവർക്കും. അർത്ഥം എന്താ? ഇന്ന് സിയാറ്റിലെ ദൈവമക്കൾക്കും ഈ അമേരിക്കയിലെ 50 സ്റ്റേറ്റിലെ ദൈവമക്കൾക്കും ഭൂലോകത്ത് എവിടെയെല്ലാം ക്രൈസ്തവ സഭ ദൈവവചനത്തിന് അനുകൂലമായി, അത് ആ സോളാ സ്ക്രിപ്റ്റുറ, ദൈവം തിരുവെഴുത്ത് മാത്രമാണ് ആ ഇൻഫാലിബിൾ അതോറിറ്റി എന്ന് വിശ്വസിക്കുന്ന എല്ലാ സഭകൾക്കും ഇതാണ് മാതൃക. ഏറ്റവും നല്ല മാതൃകയായ സഭ. ഞാൻ നിങ്ങളോടൊരു കാര്യം ഒന്ന് ഓർപ്പിക്കട്ടെ. കൊരിന്ത്യ സഭയെ പറ്റി ഇങ്ങനെ പറയാനായിട്ട് കഴിയുകയില്ല. അങ്ങനെ ന്യൂ ടെസ്റ്റ്മെന്റിലെ പല സഭകളെ പറ്റി ഇങ്ങനെ പറയാനായിട്ട് കഴിയുകയില്ല. എന്നാൽ മാതൃകാ സഭ എന്ന് പറയാനായിട്ട് ആ നിലയിൽ ഹോളി സ്പിരിറ്റ് എഴുതി വെച്ചേക്കുന്ന ഒറ്റ സഭ ഇത് മാത്രമേ. ഇവരെക്കാൾ വചനം പരിശോധിക്കുന്ന കാര്യത്തിൽ ബെരോവക്കാരും മിടുക്കരായിരുന്നെങ്കിലും ഇവരെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം എന്നാ ചെയ്തെന്നറിയാമോ? ഇവര് വളരെ ക്രൈസ്റ്റ് ലൈക്നെസ്സിലേക്ക് വളർന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, ഏറ്റവും നമുക്ക് പരിചയമുള്ളൊരു വാക്യമുണ്ട്. ഈ മാതൃകാ സഭയ്ക്ക് എടുക്കാവുന്ന ഒരു വാക്യം 1 യോഹന്നാൻ 1 ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 6 നമുക്ക് പരിചയമുള്ള വാക്യമാണ്. 2:6 പല സന്ദേശത്തിനും ഞാൻ ഇടയ്ക്ക് പറയുന്നൊരു വാക്യമാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം 6-ാം വാക്യം. ഇതൊക്കെ നമ്മൾ അടിവര ഇടേണ്ടതാണ് നമ്മുടെ ഹൃദയത്തിനകത്ത്. ഇങ്ങനെ വായിക്കുന്നേ: കർത്താവിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. വാക്യം കണ്ടോ? ഒരുവൻ കർത്താവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞ ആ യോഹന്നാന്റെ ടെർമിനോളജിയാണ് അതൊക്കെ. യോഹന്നാൻ എന്താണ് ജോൺ 15 പറഞ്ഞത്? എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തതിനെ എല്ലാം ഞാൻ കൊമ്പൊടിച്ച് തീയിലിട്ട് ചുട്ടുകളയും. എന്നോട് ചേർന്ന് വസിക്കാത്തവന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കുന്നില്ല. അങ്ങനെ ആ വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യൂദ എന്നിൽ വസിക്കാത്ത കൊമ്പാണ്. ബാക്കി 11 ശിഷ്യന്മാരും എന്നിൽ വസിക്കുന്നവരാണ്. അർത്ഥാൽ അവര് ട്രൂ ആണ്, അവരുടെ കൺവിക്ഷൻ ട്രൂ ആണ്, അവര് ജെന്യുവിനാണ്, അവർ ഒറിജിനൽ അപ്പോസ്തലന്മാര് തന്നെയാണ്, അവര് കൺവേർട്ടഡ് ആണ്, അവര് ട്രാൻസ്ഫോംഡ് ആണ്, അവരുടെ ലൈഫ് ബിഗൻ ന്യൂ ആയതാണ്, അവർ എക്സംപ്ലറി ആണ്. ഒരുവൻ കർത്താവിൽ വസിക്കുന്നു എങ്കിൽ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മള് 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിനകത്താണ് വായിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: കർത്താവിന്റെ ദൈവത്തിനുള്ളവ എനിക്കുള്ളവനെ ഞാൻ അറിയുന്നു,
എന്നാൽ എൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ. വായിക്കുന്നില്ലേ? എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? കർത്താവിൽ വസിക്കുക, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന പോലെ നടക്കുക. കാരണം അവൻ നടന്ന പോലെ നടന്നാൽ മാത്രമേ എന്നെ കാണുന്നവന് ഞാൻ ക്രൈസ്തവനാണെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ നാമം ഉച്ചരിക്കുന്നവൻ അനീതി വിട്ട് അകന്ന് ജീവിക്കട്ടെ എന്ന് പറഞ്ഞാൽ, കർത്താവ് എനിക്കുള്ളവനെ ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ യേശുവിനറിയാം, ദൈവത്തിനറിയാം അവനോട് ചേർന്ന് വസിക്കുന്നവൻ ആരാണ്. ഞാൻ വസിക്കുന്നെങ്കിൽ അവൻ അറിയാം ഞാൻ അവനോട് ചേർന്നാണ് വസിക്കുന്നതെന്ന്. എന്നാൽ നിങ്ങൾക്ക് ഞാൻ കർത്താവിൽ വസിക്കുന്നവനാണെന്ന് അറിയണമെങ്കിൽ എൻ്റെ നടപ്പ് കണ്ടേ മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, ദൈവത്തിനുള്ളവരാണോ നിങ്ങൾ എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാൻ ഒറ്റ മാർഗം നിങ്ങളുടെ ജീവിതം കണ്ട് മാത്രമേ ഉള്ളൂ. അതാണ് തെസ്സലോനിക്ക സഭയെ പറ്റി പറഞ്ഞേക്കുകയാണ്, their behavior that is exemplary. മോഡൽ ചർച്ച്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഈ സഭ ഇരിക്കുന്ന സിറ്റി എങ്ങനത്തെയാണ്, അവിടുത്തെ ബിസിനസ് എന്താണ്, അവിടുത്തെ ലക്ഷറി ലൈഫ് എന്താണ്, ദേമാസ് ലോകത്തെ സ്നേഹിച്ച് പോയ സ്ഥലം, പ്രസന്റ് ലോകത്തെ സ്നേഹിച്ച് പോയ സ്ഥലം ഏതാണ്? ആ സൂവേജ് പൈപ്പിന്റെ മുകളിലാണ് വിശുദ്ധി കാത്ത് സൂക്ഷിച്ച് ഈ സഭ ഇരിക്കുന്നത്. ഒരു എക്സ്ക്യൂസും ആർക്കും പറയാനായിട്ട് കഴിയത്തില്ല. ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യം, ഈ സഭ പെർഫെക്റ്റ് ചർച്ച ആയിരുന്നില്ല. 2-3 അധ്യായത്തിന്റെ 10-ാം വാക്യം നിങ്ങൾ നോക്കിയേ. 3:10 പരിശുദ്ധാത്മാവ് എന്താണ് എഴുതി വെച്ചേക്കുന്നത്? നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കുവാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. കണ്ട വാക്യം. പെർഫെക്റ്റ് ചർച്ച് അല്ല, ഗ്രോയിങ് ചർച്ചാണ്, മോഡൽ ചർച്ചാണ്, എക്സംപ്ലറി ചർച്ചാണ്, നല്ല ബിഹേവിയറിലെ ഡെവലപ്മെന്റ് ഉണ്ട്. ക്രിസ്തു എന്ന തലയോളം വളർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, പെർഫെക്റ്റ് ചർച്ച് അല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അനേകർക്ക് മാതൃകയായി തീരണം. ഐപിക്കോസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, വളരെയധികം ദൈവവചനത്തിന് പ്രാധാന്യത കൊടുക്കുന്ന നമ്മുടെ ഇടയിലെ റയർ ചർച്ചുകളിൽ ഒരു ചർച്ചാണ്. എനിക്കത് വളരെ നിശ്ചയമായിട്ടും പറയാനായിട്ട് കഴിയും. അതുകൊണ്ട് അധികം അറിഞ്ഞവനോട് അധികം കണക്ക് ചോദിക്കും, അധികം അവൻ ഉത്തരവാദിത്വം ഉള്ളവനായിരിക്കും. എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയാം, നമ്മൾ മാതൃകയുള്ളവരായിരിക്കണം. നമ്മുടെ ലോക്കൽ ചർച്ച് എല്ലാ ശുശ്രൂഷയിലും എല്ലാ ജീവിതത്തിലും മാതൃകയുള്ളവരായിരിക്കണം. ഇല്ലുസ്ട്രേഷൻ. ഈ അടയാളം നമുക്കുണ്ടോ? ദാറ്റ് ഈസ് ദ മാർക്ക് ഓഫ് എ ട്രൂ കൺവേർഷൻ. കർത്താവ് എലക്ട് ചെയ്തവരുടെ മാർക്കാണത്. കർത്താവ് സ്നേഹിക്കുന്നവരുടെ മാർക്കാണത്. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മാർക്കാണത്. രക്ഷിക്കപ്പെട്ടവരുടെ അടയാളമാണത്. മാതൃകാ സഭയുടെ അടയാളമാണത്. 7-ാമത്തെ കാര്യം കിട്ടിയോ? ക്ലിയർ ആയെന്ന് വിചാരിച്ചോട്ടെ. 8-ാമത്തെ കാര്യം അവിടെ ആ വാക്യം, അത് വളരെ ശക്തമേറിയൊരു വാക്യമാണ്. നിങ്ങളുടെ അടുക്കൽ നിന്ന്, ഒന്ന് നോക്കിയ വാക്കുകളൊക്കെ, നമ്മൾ മാതൃകാ സഭയാകണം, മാതൃകാ വിശ്വാസിയാകണം, നമ്മൾ ഈ അടയാളങ്ങൾ നമുക്കുണ്ടാകണം. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കെദോന്യയിലും അക്കായിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങളുടെ വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറയുവാൻ ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ലോക്കൽ സഭയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഞാൻ ഒരിടത്ത് പോലും കേട്ടിട്ടില്ല. തെസ്സലോനിക്ക സഭയെ പറ്റി മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഇത് ഈ പുസ്തകം ഞാൻ പഠിപ്പിക്കാൻ തന്നെ ചൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ എനിക്ക് തന്നെ വായിക്കാനും പഠിക്കാനും അതെന്റെ സഭയിൽ ഒന്ന് പഠിപ്പിക്കാനും എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു നിയോഗം തന്നെ ഉണ്ടായത് ഈ ചർച്ച് ഒരു മോഡൽ ചർച്ച് ആണെന്നൊരു ബോധ്യം ഞാൻ 1-2 സർമണിലൂടെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം മാർജിനലൈസ് ചെയ്യപ്പെട്ടേക്കുന്നതാണ്. ആരും തന്നെ, എനിക്ക് അറിയില്ല നമ്മുടെ ഇടയിൽ ആരെങ്കിലും ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഞാൻ സെർച്ച് ചെയ്ത മലയാളത്തിൽ ആരും പഠിപ്പിച്ചായിട്ട് ഞാൻ എൻ്റെ ഓർമ്മയിലില്ല. ബൈബിൾ സർവേയിൽ ഒരു സാർ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാതെ വേറെ ആരും പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. നോക്കൂ, അങ്ങനെയെങ്കിൽ 8-ാം വാക്യത്തിനകത്ത് 2 കാര്യമുണ്ട്. ഒന്ന്, ഈ സഭ ഗോസ്പൽ എത്തിച്ചു. നിങ്ങളെ വാക്ക് കണ്ടോ? നിങ്ങളുടെ അടുക്കൽ നിന്ന് ദൈവത്തിന്റെ വചനം മുഴങ്ങിച്ചെന്നത്. ആ ദൈവത്തിന്റെ വചനം എന്നുള്ളത് ഗോസ്പൽ ഓഫ് ഗോഡ്. ഒന്ന്, ഈ സഭ ഗോസ്പൽ എത്തിച്ചു. എവിടൊക്കെ? നാഷണലായിട്ട്, ലോക്കലായിട്ട്, ഇന്റർനാഷണലായിട്ട് ഗോസ്പൽ എത്തിച്ചു. 2, ഈ സഭയുടെ ഫെയ്ത്തിനെ പറ്റി സകല ആൾക്കാർക്കും അറിയാം. മനസ്സിലാവുന്നോ? Their faith become known to everyone. ഗോസ്പൽ എത്തിച്ചെന്ന് മാത്രമല്ല,
അവർക്ക് എത്രമാത്രം ദൈവവചനത്തിൽ ആഴമേറിയ ഫെയ്ത്ത് ഉണ്ടായിരുന്നു എന്ന കാര്യവും ലോകത്തിൽ അറിഞ്ഞു. രണ്ട് കാര്യം ആ വാക്യത്തിനകത്തുണ്ട്, രണ്ട് കാര്യം. ഇനി നമുക്ക് ആ വാക്യത്തെ ഒന്ന് ചിന്തിച്ചാൽ ഒരു വളരെ അബ്സല്യൂട്ട്ലി മാർവലസ് ആയിട്ടുള്ളൊരു പ്രയോഗമാണ് ആ വാക്യത്തിനകത്ത് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചേക്കുന്ന ഒരു ഗ്രേറ്റസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. എന്താ? നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് സ്പ്രെഡ് ചെയ്ത് തന്നത്. നിങ്ങൾക്ക് നോട്ട് ചെയ്യാനായിട്ടാണെങ്കിൽ, അങ്ങനെ ഈ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ യഹോവ അരുളി ചെയ്യുന്നു എന്നൊരു വാക്കില്ലേ, യഹോവ, സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു, ദ ലോർഡ്സ് അട്ടറൻസ് എന്നൊക്കെ വായിക്കുന്ന പ്രയോഗങ്ങളില്ലേ, അതേ യൂസേജ് ആണ് മുഴങ്ങിച്ചെന്നത് എന്നിടത്ത് ഉപയോഗിച്ചേക്കുന്നത്. മുഴങ്ങിച്ചെന്നത്, എക്കോ പോലെ. ഒരു ഉദാഹരണം പറഞ്ഞാല്, ഒരു ബ്രാസ് ഇൻസ്ട്രുമെന്റ് അതിന്റെ സൗണ്ടിങ് ഇങ്ങനെ കീപ്പ് ചെയ്യുന്ന പോലെ, നമ്മളിപ്പോ ഡ്രംസിന്റെ ആ ബ്രാസ് ഇൻസ്ട്രുമെന്റിൽ അടിച്ചാൽ അതിങ്ങനെ മുഴക്കം നിൽക്കുന്നത് പോലെ, ആ അർത്ഥത്തിലാണ് നിങ്ങളുടെ അടുക്കൽ നിന്ന് ഗോസ്പൽ മുഴങ്ങിച്ചെന്നത്. മീനിങ് കണ്ടിന്യൂസ്ലി യു ആർ പ്രൊക്ലൈമിങ് ദ ഗോസ്പൽ ഓഫ് ഗോഡ്. ആ മുഴങ്ങിച്ചെന്നതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുന്നോ? അതിന്റെ ഇടയിൽ ഗ്യാപ്പില്ലാതെ നിങ്ങൾ എവിടെല്ലാം യാത്ര ചെയ്തോ അവിടെ എല്ലാം ഗോസ്പൽ മുഴങ്ങിച്ചെന്നു. നിങ്ങൾ ആ ഗോസ്പലിന്റെ വ്യാപനത്തിനായിട്ട് അതെല്ലാം ചെയ്തെന്നുള്ളത് 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൽ വായിച്ചാൽ മതി. അവര് പണം മുടക്കുന്നുണ്ട്. അവരാണ് ബെരോവയിലേക്ക് പൗലോസിനെ അയക്കുന്നത്. പലയാവർത്തി പല കാര്യങ്ങൾക്കായിട്ട് ആ സഭ പൗലോസിനെ സഹായിക്കുന്നുണ്ട്. മുഴങ്ങിച്ചെല്ലുക എന്ന് പറഞ്ഞാൽ ഒരു സൗണ്ടിന്റെ എക്കോ ചെല്ലുന്ന പോലെ, ഒരു ബ്രാസ് ഇൻസ്ട്രുമെന്റിന്റെ സൗണ്ട് കീപ്പ് ഓൺ ചെയ്യുന്നത് പോലെ, ഗോസ്പൽ എന്ന ആ മാനവരാശിയുടെ രക്ഷയുടെ സന്ദേശം ഈ സഭയിലൂടെ അനേകരിലേക്ക് ചെന്നുകൊണ്ടേയിരുന്നു. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, ഇടതടവില്ലാതെ, മാറ്റമില്ലാതെ, സ്റ്റോപ്പില്ലാതെ ആ ഗോസ്പൽ അവരുടെ ഇടയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. ഇങ്ങനെ ഒരു സെന്റൻസ് എൻ്റയർ ബൈബിളിനകത്ത് വേറെ ഇല്ല. ഒരു സഭയെ പറ്റി ഇങ്ങനെ ഇല്ല. ഒരു ഇവാഞ്ചലൈസേഷൻ സീല് തെസലോനിക്ക സഭയെ പോലെയുള്ള ഒരു സഭയില്ല. ഇതിനകത്തൊരു അനുഗ്രഹം എന്നറിയാമോ? യൂറോപ്പിലാണ് ഈ സഭ. യൂറോപ്പിൽ നിന്നാണ് ഗോസ്പൽ സ്പ്രെഡ് ഔട്ട് ചെയ്യുന്നത്. ഈ സ്പ്രെഡ് ഔട്ട് ചെയ്യാൻ ആരംഭിച്ച സഭ തെസലോനിക്കയാണ്. ലോകത്തിലെ ഏറ്റവും മ്ലേച്ഛതയുള്ള ഒരു പട്ടണത്തിലെ ഒരു സഭയിൽ നിന്ന് ഗോസ്പൽ ചെല്ലാനായിട്ട് തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ആ 8-ാമത്തെ ഐഡന്റിഫൈ മാർക്ക് ഓഫ് എ ട്രൂ ബിലീവർ, പ്രൊക്ലമേഷൻ ഓഫ് ദ ഗോസ്പൽ, എ വിറ്റ്നസ് ദാറ്റ് ഈസ് സ്ട്രോങ് എന്നൊരു ഹെഡിങ് കൊടുക്കാം. എ വിറ്റ്നസ് ദാറ്റ് ഈസ് സ്ട്രോങ്, പ്രൊക്ലമേഷൻ. നമുക്ക് അവിടെ ആ കണ്ടിന്യൂവൽ ട്രംപറ്റിങ്, മുഴങ്ങിച്ചെന്നത്, കണ്ടിന്യൂവൽ ട്രംപറ്റിങ്, സൗണ്ട് ഫോർത്ത്. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ആ ചർച്ചാണ് അതിന് വേണ്ട ഇനീഷിയേഷൻ എടുത്തത്. അവരാണ് അതിന് വേണ്ട എന്താ പറയാ, ഇനീഷിയേഷൻ, അതിന് വേണ്ട ആ കാര്യങ്ങൾ അവരാണ് തുടങ്ങിയത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എന്തുകൊണ്ടാ അങ്ങനെയൊക്കെ വരാൻ കാര്യം? ദിസ് ഈസ് ദ എഫക്റ്റ് ഓഫ് ദ പവർഫുൾ പ്രീച്ചിങ് ഓഫ് ദ ഗോസ്പൽ. ദൈവവചനം ശക്തമായി പ്രസംഗിക്കപ്പെടുമ്പോൾ ഈ സഭ ന്യൂ ആകുന്നു, ട്രാൻസ്ഫോംഡ് ആകുന്നു, ഈ സഭയിൽ സന്തോഷം ഉണ്ടാകുന്നു, ഈ സഭ മാതൃകയാകുന്നു, ഈ സഭ പ്രൊക്ലമേഷനിലേക്ക് പോകുന്നു. മനസ്സിലാവുന്നോ? നോക്കൂ, സൈസിലല്ല കാര്യം, ഒരു കാര്യമില്ല. വേറെ ബിഗ്ഗസ്റ്റ് ചർച്ചൊക്കെ ജെറുസലേമിൽ ഉണ്ടായിരുന്നു. സൈസിലല്ല കാര്യം. ഇനിയും അവിടുത്തെ പാസ്റ്റർ ഭയങ്കര ക്വാളിറ്റി ഉണ്ടായിരിക്കണം, അതുമല്ല കാര്യം. കാര്യം തെസലോനിക്ക സഭയിലെ ഒരു നല്ല ലീഡേഴ്സ് പോലും ഇല്ല. ഞാൻ ഈ ലീഡേഴ്സ് എന്ന് ഉദ്ദേശിച്ചത് ഇന്നത്തെ പോലെ കസേര കയറിയിരിക്കുന്ന ലീഡേഴ്സ് അല്ല. അധ്യക്ഷൻ എന്ന് ബൈബിൾ അർത്ഥമാക്കുന്ന ആ അധ്യക്ഷത വഹിക്കുന്ന ലീഡേഴ്സ്, ഓവർസീഡ് ചെയ്യുന്ന ഇടയന്മാർ ആരും തന്നെ കാണുന്നില്ല. അതുകൊണ്ടാണ് സഹിച്ചുകൂടാഞ്ഞിട്ട് ആ സഭയെ പറ്റിയുള്ള വേദന, അവര് പോകുന്ന സാഹചര്യം,
ആ പട്ടണത്തിന്റെ മ്ലേച്ഛത ഇതൊക്കെ സഹിച്ചുകൂടാഞ്ഞിട്ട് തിമത്തിയെ അങ്ങോട്ട് അയച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവരുടെ ഒരു പ്രോപ്പർ ലീഡർഷിപ്പ് ഇല്ലായിരുന്നു. എന്നിട്ടും ആ സഭയുടെ ഗോസ്പലൈസേഷൻ മുന്നിൽ നിന്നത് കണ്ടോ? ദാറ്റ് ഈസ് ദ എഫക്റ്റ് ഓഫ് പവർഫുൾ പ്രീച്ചിങ്. പവർഫുൾ പ്രീച്ചിങ്. നോക്കൂ, ഈ ജനം എവിടെയെല്ലാം അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു 3-4 വാക്ക് ഈ ആ ഗോസ്പൽ മെസ്സേജ് എന്നുള്ളിടത്ത് ഇത്ര ശക്തമേറിയ നിലയിലാണത് പ്രഘോഷിക്കപ്പെട്ടത് എന്നതിന് ആക്സിനകത്ത് പല വാക്യങ്ങളുണ്ട് കേട്ടോ. പോള് എടുത്തെടുത്ത് ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനിയും ഇവിടെയും നിങ്ങൾ കണ്ടോ, മുകളിൽ പറഞ്ഞ ആ സ്ഥലങ്ങളുടെ പേര് ഇവിടെയും ആവർത്തിച്ചേക്കുകയാണ്. എന്താണ് ആവർത്തിച്ചേക്കുന്നത്? കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കെദോന്യയിലും അക്കായിലും മാത്രമല്ല, എല്ലായിടവും. അതും ഹൈപ്പർബോള എന്ന ആ ഒരു റൈറ്റിംഗ് സ്റ്റൈലാണ്. ഞാൻ ഈ പദങ്ങളൊക്കെ പറയുന്നത് എനിക്കൊരാഗ്രഹമുണ്ട്, ഞാൻ മനസ്സിലാക്കിയേക്കുന്ന അത്രയും കാര്യങ്ങൾ എൻ്റെ സഭയിലെ ദൈവമക്കളും മനസ്സിലാക്കിയിരിക്കണം. അതൊരു പ്രിയപ്പെട്ടവരെ, ഇത് ഈ തിരുവെഴുത്തിനോട് നമുക്കൊരു ആനന്ദം ഉണ്ടായി കഴിഞ്ഞാൽ വേറെ ഒരു കാര്യത്തിൽ ഒരു താല്പര്യം ഉണ്ടാകില്ല. ഇതായിരിക്കും നമ്മുടെ ജീവിതം. അത് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ഇതിന് മുന്നിൽ ഇരുന്നാൽ മതി. ഇതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ആനന്ദം. നോക്കൂ, മക്കെദോന്യയിലും അക്കായിലും എല്ലായിടത്തും, ഈ എല്ലായിടത്തും എവരിവെയർ, അവരെവിടെല്ലാം പോയോ, വേൾഡ് വൈഡ് ആയിട്ട് അവരെവിടെല്ലാം യാത്ര ചെയ്തോ, അന്നത്തെ കാലത്ത് ഗോസ്പൽ എവിടെല്ലാം എത്തിയോ അവിടെ എല്ലാം അവർ ഗോസ്പൽ എത്തിച്ചു. രക്ഷയുടെ സുവിശേഷം എത്തിച്ചു. റിഡംഷൻ എന്നാണെന്ന് എത്തിച്ചു. ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന സന്ദേശം എത്തിച്ചു. പ്രിയപ്പെട്ടവരെ, ട്രൂ വേർഡ് പ്രസംഗിക്കുന്നിടത്താണ് റിവൈവൽ നടക്കുന്നത്. അല്ലാതെ ഒരു സ്ഥലത്തും റിവൈവൽ നടക്കുകയില്ല. അല്ലാത്തടത്തൊക്കെ നടക്കുന്നത് കേവല ഇമോഷണൽ മാനിപ്പുലേഷൻ മാത്രമാണ്. ശ്രദ്ധിച്ചോണം. ട്രൂ വേർഡ് പ്രസംഗിച്ച് നമ്മൾ എന്താണ് നെഹമ്യാവിൽ വായിക്കുന്ന 8-ാം അധ്യായം നിങ്ങളൊന്ന് വായിക്കണം. എനിക്ക് സമയമില്ല. എസ്രാ ശാസ്ത്രി ന്യായപ്രമാണം വായിക്കുകയാണ്. വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ജനം കരയാനായിട്ട് തുടങ്ങുകയാണ്. അവര് മാനസാന്തരത്തിലേക്ക് വരികയാണ്. അവര് കർത്താവിനോട് അടുക്കുകയാണ്. വചന ഇല്ലാത്തടത്ത് ഉണർവുണ്ടാകില്ല. ആ ഉണർവ് ഫേക്കാണ്. അത് നിലനിൽക്കുകയില്ല. അതിന് യാതൊരു പ്രാധാന്യം നമ്മൾ കൊടുക്കണ്ട. അതിന്റെ മുന്നിൽ പോയിരിക്കുന്ന സാധുക്കളായ ദൈവമക്കൾ, ദേ ആർ സിൻസിയർലി ഡിസീവ്ഡ്. അവര് സാധുക്കളാണ്, പാവങ്ങളാണ്, അവർക്കറിയില്ല. ബട്ട് ദേ ആർ സിൻസിയർലി ഡിസീവ്ഡ്. ഒരിക്കലും മറന്നു പോകരുത്. നോക്കൂ, ഈ എല്ലായിടത്തും ഈ എവ്രിവെയർ എന്ന പ്രയോഗം തിരുവെഴുത്തിനകത്ത് നിങ്ങളൊരു 4-5 വാക്യം ഈ വാക്കിനെ കോട്ട് ചെയ്ത് ഒരു കൾട്ടുണ്ട്, ഒരു ഹെറസിയുണ്ട്. എല്ലായിടത്തും എത്തി. അവരെടുക്കുന്നത് ഈ തെസ്സലോനിക്ക ലേഖനമല്ല, ഇതിനോട് ചേർന്ന് തന്നെ കൊലോസിയർ 1:6 ഇതുപോലൊരു പ്രയോഗമുണ്ട്. കൊലോസിയൻസ് 1:6 ഇങ്ങനെയാണ് ആ വാക്യത്തിൽ വായിക്കുന്നത്. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. അതിന് അവർ വ്യാഖ്യാനിക്കുന്നതാണ്, ഗോസ്പല് സർവ്വലോകത്തിലും 1-ാം നൂറ്റാണ്ടിൽ തന്നെ എത്തിക്കഴിഞ്ഞു, അതുകൊണ്ട് ഇനി ഇത് പറയേണ്ട കാര്യമില്ല എന്ന അങ്ങനെ ഒരു ഹെററ്റിക്കൽ പഠിപ്പിക്കൽ പോലും ഉണ്ട്. മനസ്സിലാവുന്നോ? എല്ലായിടത്തും എത്തി, അതുകൊണ്ട് ഗോസ്പല് പറയേണ്ട കാര്യമില്ല. അത് ആ സർവ്വലോകം എന്നുള്ളത് യഹൂദന്മാര് മാത്രമായിരുന്നു. അവര് ചിതറപ്പെട്ട രാജ്യങ്ങളിലാണ് ഈ ഗോസ്പൽ എത്തിയത്. അങ്ങനെയുള്ള പഠിപ്പിക്കലുകൾ അല്പമൊക്കെ നമ്മുടെ ഇടയിലും ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആർക്കും അത് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ സർവ്വലോകത്തിലും കൊലോസി ലേഖനം എഴുതിയപ്പോൾ സർവ്വലോകത്തിലും എത്തിയെന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് തെസ്സലോനിക്ക ലേഖനത്തിനകത്ത് വീണ്ടും എഴുതി വെച്ചേക്കുന്നത്? അതിന്റെ അർത്ഥം കൊലോസി ലേഖനം എഴുതി കഴിഞ്ഞ് അല്ലെങ്കിൽ ഇത് തമ്മിൽ എഴുതിയതിനകത്ത് ഗ്യാപ്പ് ഉണ്ടല്ലോ. നോക്കൂ, അതിന്റെ അർത്ഥം എന്താ? യൂണിവേഴ്സൽ ആയിട്ട് ഗോസ്പൽ എത്തിയെന്നല്ല, അതിന്റെ സാധ്യതയാണ്, ആ എഴുത്തിന്റെ ശൈലിയാണ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന മറ്റൊരു വാക്യമുണ്ട്, വലിയൊരു കൂട്ടം കർത്താവിൽ വിശ്വസിച്ചു എന്ന് വായിക്കുന്നില്ലേ? ആളുകളുടെ എണ്ണം പെരുകി തുടങ്ങി എന്ന് വായിക്കുന്നില്ലേ? അതിന്റെ അർത്ഥം എന്താ? ഈ വലിയൊരു കൂട്ടം എണ്ണാൻ പറ്റാതെ വണ്ണം ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചവർ. അല്ല, ഭൂമിയെ കീഴ്മേൽ മറിച്ചായിരുന്നില്ല. അതിന്റെ എഫക്റ്റാണ്. മനസ്സിലാവുന്നു? അതിന്റെ ശക്തിയാണ് ആ വാക്യത്തിന്റെ അർത്ഥം. എനിക്കിനി ഈ പ്രദേശത്തൊന്നും യാത്ര ചെയ്യാനായിട്ട് സ്ഥലമില്ല, ഞാൻ ഇക്കോന്യ ദേശത്തോളം എത്തി എന്ന് പോള് പറയുന്നതിന്റെ അർത്ഥം എന്താ?
കടൽക്കര വരെയും ഞാൻ എത്തി, ഗോസ്പൽ അവിടെ വരെ എത്തിച്ചു. അതിന്റെ അർത്ഥം ഈച്ച് ആൻഡ് എവരി പേഴ്സന്റെ അടുക്കൽ ഗോസ്പൽ എത്തിച്ചു എന്നല്ല. മനസ്സിലാവുന്നോ? ഹൈപ്പർബോളെ ആ ഒരു പ്രയോഗം ഉപയോഗിച്ചേക്കാണ്. ഇങ്ങനെ ഉപയോഗിച്ചേക്കുന്ന എല്ലായിടത്തും എത്തി എന്നതിന് അങ്ങനെ ആ വാക്ക് ഉപയോഗിച്ചേക്കുന്ന ചില വാക്യങ്ങളുണ്ട്. റോമൻസ് 1:8, 2 Corinthians 2:14, ഫിലിപ്പിയൻസ് 1:13, കൊലോസിയൻസ് 1:6. ഇവിടെ എല്ലാം ഈ സന്ദേശം, ഈ വാക്ക് എല്ലായിടത്തും അതിന്റെ അർത്ഥം എവിടെല്ലാം ആ സഭയിലെ ആളുകൾ യാത്ര ചെയ്തോ അവർ യാത്ര ചെയ്തത് ഗോസ്പലായിട്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ, 2-ാം നൂറ്റാണ്ടിലൊക്കെ ഇങ്ങനെ ഒരു വേദപുസ്തകം ഈ നിലയിൽ അവൈലബിൾ ആയിരുന്നില്ല. അവര് ചുരുളുകളിലാണ് എഴുതിയിരുന്നത്, സ്ക്രോൾസിലാണ് എഴുതിയിരുന്നത്. അന്നത്തെ കാലത്ത് ഇതുമായിട്ട് നടക്കാൻ പ്രയാസമാണ്, ഇതിന് വെയിറ്റ് ഉണ്ട് എന്ന് മാത്രമല്ല, ഇതായിട്ട് നടന്നു കഴിഞ്ഞ ജീവൻ അപകടമാണ്. അങ്ങനെ യാത്ര ചെയ്ത ആളുകൾ ഈ തിരുവെടുത്ത് മറ്റ് സഭകളിലേക്കൊക്കെ പകർത്തി എഴുതി എത്തിച്ചത് എങ്ങനെയാണെന്നറിയാമോ? അരയിൽ ചുറ്റിയൊക്കെയാണ് അവർ കൊണ്ടുപോയത്. അത്രമാത്രം ദൈവവചനത്തെ സ്നേഹിച്ചിരുന്നു. അങ്ങനെ പിടിക്കപ്പെട്ട ആളുകളെയൊക്കെ ഈ ചുരുളുകൾ അവരുടെ കഴുത്തിലൊക്കെ ഇട്ടിട്ടാണ് അന്നത്തെ സാത്താന്യ ശക്തികൾ അവരെ കത്തിച്ചു കളഞ്ഞത്. അത്രയും വില കൊടുത്താണ് ഇവർ ഗോസ്പൽ ഒരു സൈഡിൽ നിന്ന് മറ്റേ സഭയിലേക്ക് എത്തിച്ചത്. അല്ലെങ്കിൽ ഫിലിപ്പിയ ലേഖനം ഒരു സഭയ്ക്ക് എഴുതിയപ്പോൾ അടുത്ത സഭകൾ ഇങ്ങനെ ഒരു ലേഖനം ഉണ്ടെന്ന് മനസ്സിലാക്കി എഴുത്തുകാർ ഇവിടെ വന്ന് പകർത്തി എഴുതിക്കൊണ്ട് പോകുമായിരുന്നു. ആ സുവിശേഷം അക്കായിൽ മാത്രമല്ല, മാസിഡോണിയയിൽ മാത്രമല്ല, എല്ലായിടത്തും എത്തി. ക്ലിയർ ആയോ? ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അടുത്തൊരു വാക്ക് ഞാൻ പറഞ്ഞല്ലോ, ഗോസ്പൽ എത്തിച്ചെന്ന് മാത്രമല്ല, രണ്ടാമത് ഇവരുടെ ഫെയ്ത്തിനെ പറ്റി എത്തിച്ചെന്ന് പറഞ്ഞാൽ ഈ സഭയിലെ ആരൊക്കെ വിസിറ്റ് ചെയ്തോ, ഈ സഭയിലെ ആളുകൾ എവിടൊക്കെ വിസിറ്റ് ചെയ്തോ, കേൾവിക്കാർക്ക് മനസ്സിലായൊരു കാര്യമാണ് 8-ാം വാക്യത്തിൽ എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറയാൻ ആവശ്യമില്ല. പോള് പറയുകയാണ്, ഞാനൊരു സഭയിലോട്ട് ചെല്ലുമ്പോൾ എല്ലാവരും വന്ന് ഞങ്ങളോട് പറയുകയാണ് തെസലോനിക്ക സഭയെ പറ്റി. അതാണ് അതിന്റെ അർത്ഥം. അപ്പം ഞാൻ എവിടെയെങ്കിലും ചെല്ലുമ്പം സിയാറ്റിലെ സഭയെ പറ്റി അങ്ങോട്ട് പറയണം, അല്ലേ? നമ്മുടെ എല്ലാ സഭയുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ഒരു സഭ ഇവിടെ ഉണ്ട്, എന്നാൽ തെസലോനിക്ക സഭയെ പറ്റി അങ്ങനെ പറയണ്ട. എല്ലാവരും വന്ന് ചോദിക്കുകയാണ്, ഇങ്ങനൊരു സഭ അവിടെ ഉണ്ടോ? നിങ്ങളുടെ വിശ്വാസം സർവലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നു. ദിസ് ഈസ് ദ എഫക്റ്റ് ഓഫ് പവർഫുൾ പ്രീച്ചിങ്. പ്രിയപ്പെട്ടവരെ, ദൈവവചന ശക്തമായിട്ട് പ്രസംഗിക്കപ്പെടാത്ത ഒരു സഭയിലും ഒരു എഫക്റ്റും ഉണ്ടാകില്ല, ഒരു മാറ്റം ഉണ്ടാകില്ല, ഒരു ഹോളിനെസ്സും ഉണ്ടാകില്ല. ദൈവത്തെ പറ്റി ഒരു പരിജ്ഞാനം അവർക്ക് ഉണ്ടാകുകയില്ല. ഒന്നും അറിയാൻ പാടില്ല അവർക്ക്. അവര് ഒരു റിലീജിയൻ പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നോക്കൂ, ഈ സഭയുടെ ആ 2 കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ സഭയെ പറ്റി പോള് പറയാണ്, ഞങ്ങൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും നിങ്ങളെ പറ്റി അറിയാം, എല്ലാവരും ഞങ്ങളോട് വന്ന് നിങ്ങളെ പറ്റി പറയുകയാണ്. ഇതേ കാര്യമാണ് ഗിവിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിനകത്ത് ഈ സഭയെ പറ്റിയാണ് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചേക്കുന്നത്. കൊരിന്ത്യര് വലിയ ആളുകളൊക്കെ കളിച്ച് വളരെ അഹങ്കാരത്തിൽ മൂത്ത് ചീർത്തിരിക്കുന്ന കൊരിന്ത്യ സഭയോട് പോലെ പറയണം, സഹോദരന്മാരെ, മെക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ നിങ്ങൾ അറിയാതെ പോകരുത്. അതിന്റെ അർത്ഥം അതും കൃപയാണ് കേട്ടോ. ഈ മാർക്കൊക്കെ നമ്മിലുണ്ട്. അതിൽ നമ്മൾ ഗ്രോ ചെയ്യുന്നെങ്കിൽ നമ്മുടെ ആരുടെയും കഴിവല്ല, കൃപയാണെന്നാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞേക്കുന്നത്. നോക്കൂ, കഷ്ടത എന്ന 8-1 കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യം ധാരാളം ഔദാര്യം കാണിപ്പാനായിട്ട് ഇടയായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധമായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി, ഹോളി സ്പിരിറ്റും സാക്ഷി. അത് ഞങ്ങൾ വിചാരിച്ചതുപോലെ അല്ല. അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്ക് ഏൽപ്പിച്ചു. എത്ര അനുഗ്രഹിക്കപ്പെട്ട സഭ! നോക്കൂ, നിങ്ങളെ പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ കൊരിന്തി ചെന്നപ്പം പൗലോസ് അറിയാതെ, അല്ലെങ്കിൽ കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസിന്റെ അകത്ത് ഇതിങ്ങനെ തിങ്ങി വിങ്ങി പൊട്ടിയിട്ട് പറയുക, മെക്കതോന്യ സഭകളെ പറ്റി അറിയാതെ എന്ത് ചെയ്യരുത്, ഇരിക്കരുത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അടുക്കൽ നിങ്ങളുടെ വിശ്വാസം സകലർക്കും പ്രസിദ്ധമായിരിക്കുന്നു. ഇത് ഞാനിപ്പോ വായിച്ച വാക്യത്തിനകത്ത് കണ്ടോ,
അവര് മഹാദാരിദ്ര്യത്തിലായിരുന്നു, മഹാകഷ്ടതയിലായിരുന്നു. ഇന്നത്തെ തിയോളജി ആയിട്ടൊന്നും ചേരുകയില്ല. ഇന്നത്തെ തിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ എല്ലാം വെല്ലായിരിക്കണം, എല്ലാം ഭംഗിയായിരിക്കണം. നോ നോ നോ, അങ്ങനൊന്നുമില്ല. ഈ വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഒരു കാര്യവും ഒരാളുടെ അനുഭവത്തിൽ നിന്ന് അടർത്തി മാറ്റി പറയുമ്പോൾ മൈൻഡ് പോലും ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണ്? ഞാൻ എപ്പോഴും പറഞ്ഞൊരു വാചകം ഓർത്തണം. പത്രോസിനെ ജയിലിൽ നിന്ന് രക്ഷിപ്പാനും യാക്കോബിനെ ജയിലിൽ കൊല്ലാനും ദൈവത്തിന് പ്രസാദമായിരുന്നു. ദൈവത്തിന്റെ ആ താല്പര്യം നമ്മുടെ ഈ ഇൻകോംപ്രിഹെൻഡ് ആണ്, നമുക്ക് മനസ്സിലാകത്തില്ല. ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് ഒരിക്കലും കഴിയുകയില്ല. ഈ സഭ പൂവറായി പോകാൻ കാര്യം നമുക്ക് ന്യായമായിട്ട് ചിന്തിക്കാം. വെൽത്തി ആയിട്ടുള്ള സ്ഥലമാണ് തെസലോനിക്ക. അവിടെയുള്ള ആളുകൾ വെൽത്തി ആയിരിക്കണം നോർമലായിട്ട്. അന്നത്തെ കാലത്ത് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സിറ്റിയാണ് തെസലോനിക്ക. അവിടെയുള്ള ആളുകൾക്ക് റോമൻ, ഫിലിപ്പിയം, തെസലോനിക്ക ആ ഭാഗത്തെ ആളുകൾക്ക് റോമൻ സിറ്റിസൺഷിപ്പ് ഉള്ളവരാണ്. മിലിറ്ററിയുടെ റിസർവ്ഡ് ആയിട്ടുള്ള സേനയൊക്കെ താമസിക്കുന്നവരാണ്. ആ പട്ടണത്തിലെ ആളുകൾ പണമില്ലാതെ പോകണമെങ്കിൽ, കഷ്ടതയിലാകണമെങ്കിൽ ന്യായമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള കാര്യമുണ്ട്. കർത്താവിനെ സേവിച്ചുകൊണ്ട് ജോലി പോയി കാണും. കർത്താവിനെ സേവിച്ചുകൊണ്ട് എല്ലാ ജോലിയും ചെയ്യാൻ കഴിയാതെ വന്നു കാണും. ഒരു പക്ഷേ ദൈവമക്കൾക്ക് ഗവൺമെന്റ് ജോലി ബാൻ ചെയ്ത് കാണും. പക്ഷെ അതിന്റെ നടുവിലും അവർ തങ്ങളെ തന്നെ കർത്താവിനും ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്ക് ഏൽപ്പിച്ചു നൽകി. അതിന്റെ നടുവിലാണ് ഈ ശക്തമേറിയ പ്രസംഗം അവന് നടത്തിയത്. പ്രൊക്ലമേഷൻ, എ വിറ്റ്നസ് ദാറ്റ് ഈസ് സ്ട്രോങ്. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എനിക്ക് രണ്ട് കാര്യയുടെ പറഞ്ഞു നിർത്തണം. അങ്ങനെ പറഞ്ഞു പോയാൽ വളരെ, ഞാൻ ജെനുവിനായിട്ട് നിങ്ങളോട് ചോദിക്കട്ടെ, ആ 8 കാര്യം ഏകദേശം ഒന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞോ? 8 കാര്യം സ്നേഹത്തിന്റെ, ഇനി ആവർത്തിക്കാനായിട്ട് സമയമില്ല. 8 കാര്യം ഏകദേശം ഓർക്കുന്നല്ലോ. പവർഫുൾ പ്രസംഗത്തിന്റെ എഫക്റ്റ്, ട്രാൻസ്ഫോർമേഷൻ, ജൂബിലേഷൻ, ഇല്ലുസ്ട്രേഷൻ, പ്രൊക്ലമേഷൻ. അത്ര ഓർക്കാമല്ലോ. ഈ കാര്യം ശക്തമേറിയ വചന ശുശ്രൂഷയിൽ മാത്രം ഉണ്ടാകുന്ന കാര്യമാണ്. നമ്മളൊരു കോൺഫറൻസിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ജനങ്ങളിൽ നടക്കുന്നില്ല എങ്കിൽ അവിടെ എത്ര ഉറക്കെ കീബോർഡ് വായിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല. വേസ്റ്റാണ്. ഇത് ജെനുവിനായിട്ട് നിങ്ങൾക്ക്, ഞാൻ ദൈവത്തിന്റെ കരുണ കൊണ്ട് ചർച്ച് ഹിസ്റ്ററി നന്നായിട്ട് വായിച്ചിട്ടുള്ള ഒരാളാണ്, വളരെ നന്നായിട്ട്. 13-ാം നൂറ്റാണ്ട് ജോൺ വിക്ലിഫിനെ കത്തിച്ചു കളഞ്ഞത് വചനം പ്രസംഗിച്ചുകൊണ്ടാണ്, ബൈബിൾ ശക്തമായിട്ട് പ്രസംഗിച്ചുകൊണ്ടാണ്. ജോൺ ഹസിനെ കത്തിച്ചു കളഞ്ഞത് വചന ശക്തമായിട്ട് പ്രസംഗിച്ചുകൊണ്ടാണ്. മാർട്ടിൻ ലൂതറിനെതിരെ റെഡ് ബുള്ള, അന്നത്തെ പോപ്പ്, ലെറ്റർ ഇറക്കിയത് ശക്തമേറിയ പ്രഭാഷണമാണ്. വില്യം ടെൻഡയിൽ ബൈബിൾ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നതുകൊണ്ടാണ് കത്തിച്ചു കളഞ്ഞത്. മനസ്സിലാവുന്നോ? പ്യൂരിറ്റൻസിനെ ബ്ലഡി മേരി ഇംഗ്ലണ്ടിൽ നിന്ന് നാട് കടത്തിയത് വചനം പ്രസംഗിച്ചുകൊണ്ടാണ്. ആ പ്യൂരിറ്റൻസ് പറഞ്ഞ കാര്യം എന്നാണെന്നറിയാമോ? നിനക്കെന്റെ വീടെടുക്കാം, എന്റെ ബാങ്ക് ബാലൻസ് എടുക്കാം, അല്ലെങ്കിൽ എന്റെ പൊസഷൻസ് എടുക്കാം, എന്റെ ആരോഗ്യത്തെ എടുക്കാം, എന്റെ ജീവനെ എടുക്കാം, ബട്ട് പ്ലീസ് ഡോണ്ട് ടേക്ക് ബൈബിൾ ഫ്രം മീ എന്നാണ് പ്യൂരിറ്റൻസ് പറഞ്ഞത്. ആ ജനമാണ് ഇവിടെ വന്ന് നമ്മുടെ ടർക്കിയും കഴിച്ച് ഈ തലമുറയ്ക്ക് ജന്മം കൊടുത്തത്. പ്യൂരിറ്റൻസ്. ആ പ്യൂരിറ്റൻസിലെ തടവറയിൽ കിടന്ന് എഴുതിയ നോവലാണ് പരദേശി മോക്ഷയാത്ര എന്ന ജോൺ ബെനിയന്റെ പുസ്തകം. ഹി വാസ് എ പ്യൂരിറ്റൻ. എന്താ ജയിലിൽ പോയത്? ബൈബിൾ പ്രസംഗിച്ചു. ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് ക്രിസ്ത്യാനിറ്റി. ദിസ് ഈസ് ദ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി. ഇന്ന് പലതും കാണുമ്പം ജെന്യുവിനായിട്ട് ഹോളി സ്പിരിറ്റ് അകത്ത് വർക്ക് ചെയ്യുന്നവർക്ക് വളരെ വേദനയായിരിക്കും. അവരുടെ പ്രാർത്ഥനാ മുറിയിൽ കണ്ണുനീർ ഉറപ്പായിട്ടും വന്നിരിക്കും. 9-ാമത്തെ കാര്യം ഒരു കാര്യം കൂടെ, ഒരു ചോദ്യം കൂടെ പറയാം. ക്രിസ്ത്യാനിയാണെന്ന് പറയുകയും കർത്താവിന്റെ വേലയെ പറ്റി ഒരു കാഴ്ചപ്പാടും ഇല്ലെങ്കിൽ നമ്മുടെ ആത്മീയതയും നമ്മുടെ ഐഡന്റിറ്റിയും പരിശോധിക്കപ്പെടേണ്ടതാണ്. അത്രയും പറയുന്നുള്ളൂ. 9-ാമത്തെ കാര്യം അടുത്ത വാക്യത്തിനകത്ത് കണ്ടോ?
ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശന ഞാൻ ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാം, അത് ആ ഓർഡറിൽ പെട്ടെന്ന് പറയാം. For they themselves report about us what kind of a reception we had with you and how you turned to God from idols to serve a living and true God. മലയാളത്തിലെ രണ്ട് കാര്യം സ്പ്ലിറ്റ് ആയിട്ടാണ് എഴുതിയേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് ഒരുമിച്ച് പറയാനായിട്ടുള്ള കാര്യം. ഈ 9-ാം വാക്യത്തിനകത്തും രണ്ട് കാര്യമുണ്ട്. ഹൗ ദേ എൻറ്റേർഡ് ദ സിറ്റി, അവർ സിറ്റിയിൽ എങ്ങനെയാണ് പ്രവേശിച്ചത്. ആ വാക്ക് കണ്ടോ, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു. രണ്ടാമത്തേത് ദ ചർച്ച് ഹാസ് ടേൺഡ് ടു ഗോഡ്. അത് മലയാളത്തിൽ 10-ാം വാക്യത്തിന്റെ അവസാനമാണ്. നിങ്ങൾ എങ്ങനെ വിഗ്രഹങ്ങളെ വിട്ടുതിരിഞ്ഞു. രണ്ട് കാര്യം ഇംഗ്ലീഷിൽ, ആ രണ്ട് കാര്യം 9-ാം വാക്യത്തിനകത്താണ്. ഒന്നുകൂടെ പറയാം, എങ്ങനെയാണ് അപ്പോസ്തലന്മാർ, ഈ മിഷണറിമാർ ആ പട്ടണത്തിലേക്ക് പ്രവേശിച്ചത്. നിങ്ങൾക്കറിയാം ആക്ട് 17. രണ്ടാമത്തെ കാര്യം, അവർ വിഗ്രഹങ്ങളെ വിട്ട് തിരിഞ്ഞു. ഈ രണ്ട് റിപ്പോർട്ട് അവർക്ക് കൊടുക്കുകയാണ്. ദേ themselves report about us. രണ്ട് കാര്യം, രണ്ട് റിപ്പോർട്ട് പൗലോസിന് ഈ ലേഖനം എഴുതാൻ നേരത്ത് കിട്ടുകയാണ്. എങ്ങനെയാണ് ഞങ്ങൾ അവിടെ പ്രവേശിച്ചത്, എങ്ങനെയാണ് ഞങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് തിരിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഈ വേദഭാഗം എനിക്ക് വളരെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുണ്ട്. അവര് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. They turn to God. They turn to God. അത് ആക്സിനകത്ത് ആവർത്തിച്ച് വായിക്കുന്ന ഒരു വാക്യമാണ്. ഞാൻ നിങ്ങൾക്ക് റെഫറൻസ് പെട്ടെന്ന് തരാം, ഒന്ന് നോട്ട് ചെയ്തിട്ട് നിങ്ങൾ വായിക്കണം. ഞാൻ ഇന്നും അത് വായിച്ചുകൊണ്ടാണ് നിങ്ങളോട് വായിക്കണമെന്ന് പറയുന്നത്. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു എന്ന ആ വാക്ക് പ്രത്യേകം ഉപയോഗിച്ചേക്കുന്നത് ആക്സ് 14:15, 26:18 and 20. അപ്പോസ്തലപ്രവൃത്തി 14:15, 26:18, 20, 2 കൊരിന്ത്യർ, 2 കൊരിന്ത്യൻസ് 3:16, ജെയിംസ് ചാപ്റ്റർ 5 വേഴ്സ് 19 and 20. ഈ എല്ലാ വാക്യങ്ങളിലും ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു, മാനസാന്തരത്തിനായി ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു, നിങ്ങൾ തിരിഞ്ഞു വരികയും ചെയ്തു. ടേൺ അറൗണ്ട്, റൈറ്റ് അബൌട്ടഡ്, ഈ പദമാണ് അവിടെ ഉപയോഗിച്ചേക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ അതിന് ഇങ്ങനെ അങ്ങ് പറയാം. 9-ാമത്തെ കാര്യം, an allegiance that submit, an allegiance that submit, subjuation, SUBJUATION, subjuation എന്നൊരു ഹെഡിങ് കൊടുത്താൽ നമുക്ക് ഏറ്റവും ലളിതമായിട്ട് ഇങ്ങനെ പറയാം, അവരുടെ മാസ്റ്റർ മാറി, അവരുടെ അലീജിയൻസ് മാറി, അവരുടെ സർവീസ് മാറി, അവരുടെ ഡിസയർ മാറി, അവരുടെ വില്ല് മാറി. മനസ്സിലായോ ഞാൻ പറഞ്ഞ കാര്യം? എല്ലാം അവരെ വിട്ടുതിരിഞ്ഞു. അവരുടെ ആഗ്രഹം, അവരുടെ ഇച്ഛ, അവരിതുവരെയും അവരെ സേവിച്ചത്, ഇതെല്ലാം അവരുടെ മാസ്റ്റർ മാറി എന്ന് മാത്രമല്ല, 10-ാം വാക്യത്തിനകത്ത് അവരുടെ ഫ്യൂച്ചർ ഹോപ്പും മാറി. ഇത്രയും കാര്യം എനിക്ക് ആ വാക്യത്തിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്, പക്ഷേ ഞാനത് പറയുന്നില്ല. 2 കൊരിന്ത്യർ 3:16 വാക്യം എങ്ങനെ എഴുതിയേക്കുന്നതെന്ന് അറിയാമോ? ഒരുവൻ കർത്താവിലേക്ക് തിരിയുമ്പോൾ അവന്റെ മൂടുപടം നീങ്ങിപ്പോകുന്നു. കണ്ടോ, കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ സെയിം വേർഡാണ്. ദേ ഹൗ യു ടേൺ. അടുത്ത വാക്ക്, നിങ്ങൾക്ക് ഞങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു. ആ വാക്കിന്റെ അർത്ഥം ശ്രദ്ധിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളുടെ അടുക്ക വന്നപ്പോ ഭൂമാലയിട്ട് സ്വീകരിച്ചു? അല്ല, അതിന്റെ അർത്ഥം എന്ത് കഷ്ടതയോടെയാണ് തെസലോനിക്കയിലേക്ക് വന്നത്. അവിടെ അവർക്ക് എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നത് അവിടെ അത് അർത്ഥമാക്കുന്ന എന്നാന്നറിയാമോ? എങ്ങനെയാണ് ദൈവവചനം നിങ്ങളുടെ അടുക്കൽ പ്രവേശിച്ചത്, അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. എങ്ങനെയാണ് ദൈവവചനം നിങ്ങളുടെ അടുക്കൽ പ്രവേശിച്ചത്. ആ 9-ാമത്തെ മാർക്ക് സമർപ്പണമാണ്, സബ്ജുവേഷൻ. ദാറ്റ് ഈസ് ദ 9th മാർക്ക് ഓഫ് എ ട്രൂ ക്രിസ്ത്യൻ. യഥാർത്ഥമായ ഒരു സറണ്ടർ. അവിടെ കർത്താവിനെ സേവിക്കുവാനും എന്നൊരു പദം കണ്ടോ? വിഗ്രഹങ്ങളെ വിട്ടു തിരിഞ്ഞ് കർത്താവിനെ സേവിക്കുവാനും, സേവിക്കുക, സത്യദൈവത്തെ സേവിക്കുക എന്ന വാക്ക് സ്ലേവ് എന്നാണ്. ഗ്യാലി സ്ലേവ്. അന്നത്തെ കാലത്ത് ഒരു വലിയ കപ്പലിന്റെ ഒക്കെ ഏറ്റവും അടിയിലെ നിലയിൽ ഇരുന്ന് വെട്ടം കാണാതെ തൊഴയുന്ന
ജോൺ ന്യൂട്ടൺ അമേസിംഗ് ഗ്രേസ് എന്ന് ആ പാട്ട് എഴുതിയ മനുഷ്യൻ അങ്ങനെ ഒരു ജോലി, അദ്ദേഹം ഒരു റിച്ച് ആയിരുന്നു, പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു സ്ലേവ് ആയിട്ട് പോകേണ്ടി വന്ന ഒരു സംഭവത്തിലാണ് അദ്ദേഹം രക്ഷിക്കപ്പെടുന്നത്. ആ മനുഷ്യൻ അമേസിംഗ് ഗ്രേസ് എന്ന പാട്ടിനകത്ത് ഈ ഒരു ആശയം വരുന്നുണ്ട്. കർത്താവിനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കംപ്ലീറ്റ് ഒബീഡിയൻസ് ആൻഡ് ടോട്ടൽ സറണ്ടർ. ഇതെല്ലാം അങ്ങനെ പറഞ്ഞു പോകാൻ എനിക്ക് സമയമുള്ളൂ. എനിക്ക് 1-ാം അധ്യായം ഇന്ന് തീർത്തേ പറ്റുള്ളൂ. കംപ്ലീറ്റ് ഒബീഡിയൻസ് ആൻഡ് ടോട്ടൽ സറണ്ടർ, കർത്താവിനെ സേവിക്കുക. അതാണ് സബ്ജുവേഷൻ, ന്യൂ അലീജിയൻസ്, ന്യൂ സർവീസ്, ന്യൂ മാസ്റ്റർ, ന്യൂ ഹോപ്പ്, ന്യൂ വിൽ, ന്യൂ ഡിസയർ. ഇത്രയും കാര്യം നിങ്ങൾ എഴുതി വെച്ച് അത് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കും. ഒരു ഭക്തൻ പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്: only the man who has learned to put himself fully in subjection to God is truly converted to him. ജീവിതം മുഴുവനായിട്ട് കർത്താവിന് സമർപ്പിച്ച ആള് മാത്രമാണ് യഥാർത്ഥമായിട്ട് കൺവേർഷൻ നടന്നത്. മറ്റൊരാൾ പറഞ്ഞത്, അതൊരു ലോങ് കോട്ടാണ്, എനിക്ക് വായിക്കാനായിട്ട് സമയമില്ല. നമ്മുടെ പഴയ ജീവിതത്തിന് ഒരു ഡിസിസീവ് ബ്രേക്ക് വേണം, അതാണ് യഥാർത്ഥമായ കൺവേർഷൻ എന്നാണ് ആ ഭക്തൻ പറഞ്ഞത്. ഞാൻ 9-ാമത്തെ കാര്യത്തോടെ നിർത്തുകയാണ്. ലാസ്റ്റ് മാർക്ക് നിങ്ങൾ നോക്കിയേ, 10-ാമത്തെ വാക്യം. And to wait for his son from heaven, whom he raised from the dead, that is Jesus, who rescues us from the wrath to come. അങ്ങനെങ്കിൽ 10-ാമത്തെ മാർക്ക് എന്നാണെന്നറിയാമോ? എ വെയിറ്റിംഗ് ഫോർ ക്രൈസ്റ്റ്. ഒരു ട്രൂ ക്രിസ്ത്യന്റെ അതിന്റെ ഓർഡർ കണ്ടോ? ദിസ് ഈസ് ദ എഫക്ട് ഓഫ് പവർഫുൾ പ്രീച്ചിങ്. കേവലം വചനം മാത്രമല്ല, ശക്തി വേണം എന്ന് പറയുന്ന ആളുകളോട് പറയാം, ഇതാണ് ശക്തി. വചന കേൾവിയിൽ ഈ ബോധ്യം കേൾവിക്കാർക്കുണ്ടാകുന്നെങ്കിൽ ഏതൊക്കെ? ട്രാൻസ്ഫോർമേഷൻ, ജൂബിലേഷൻ, പ്രൊക്ലമേഷൻ, സബ്ജുവേഷൻ ആൻഡ് എക്സ്പെക്ടേഷൻ ഓർ ആന്റിസിപ്പേഷൻ, ഏത് വാക്കുകളിലും എഴുതാം. ഈ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നെങ്കിൽ ദാറ്റ് ഈസ് ദ എഫക്ട് ഓഫ് പവർഫുൾ പ്രീച്ചിങ്. ഇതുണ്ടാകുന്നില്ലെങ്കിൽ എത്ര ശബ്ദം ഉണ്ടെന്ന് പറഞ്ഞാലും, ആ പ്രസംഗിക്കുന്ന ആൾ എത്ര ഡിഗ്രി ഉള്ളവനാന്ന് പറഞ്ഞാലും, എത്ര മണിക്കൂറുകൾ പ്രസംഗിച്ചെന്ന് പറഞ്ഞാലും ഒരെഫക്റ്റും ആ പ്രസംഗത്തിനില്ല. അതിന് പിന്നെ പരിശുദ്ധാത്മാവില്ല, ശക്തിയില്ല, കേൾവിക്കാർക്ക് കൺവിക്ഷനുമില്ല. എത്ര മനോഹരമായിട്ടാണ് ഈ വാക്യം അവസാനിപ്പിച്ചേക്കുന്നത്. തന്റെ പുത്രനും, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന്, ആ വരുവാനുള്ള കോപം അത് ഇറ്റേണൽ റാത്താണ്, നരകമാണ്. വാക്യം കണ്ടോ? വരാനുള്ള കോപം ഏതാ? ഈ സുവിശേഷം കേൾക്കാത്ത, രക്ഷിക്കപ്പെടാത്ത, ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാത്ത, ഈ അടയാളങ്ങളില്ലാത്ത എല്ലാവരോടുള്ള വാണിംഗ് ആണ് വരാനുള്ള കോപം. അവര് ലോകത്തിലെ ജനത്തെ പറ്റി നമ്മൾ 1 തെസ്സലോനിക്കർ 5 പഠിക്കുമ്പോൾ ദൈവം എന്ന് വെച്ചാൽ ഞാൻ പറയാം, അവർക്ക് കള്ളം വരുന്ന പോലെയൊക്കെയാണ്, രാത്രി വരുന്ന പോലെയാണ്, അവർക്ക് ഭയമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പകലിനുള്ളവരാണ്. വി ആർ ഓൾവേസ് എക്സ്പെക്ടിങ് ഹിസ് കമ്മിങ്. നമുക്ക് കള്ളം വരുന്ന പോലല്ല, വി ആർ ഓൾവേസ് എക്സ്പെക്ടിങ് ഹിസ് കമ്മിങ്. എപ്പോഴേലും വരും. കള്ളം വരുന്ന പോലെയാണ്, അത് ജാതികൾക്കാണ്, അത് ഇരുട്ടിലുള്ളവർക്കാണ്. നമ്മൾ പകലിനുള്ളവരാകയാൽ എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ഞാനതിനെ വളരെ കൃപയുണ്ടെങ്കിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് മനോഹരമായിട്ട് തരാം. 5-ാം അധ്യായത്തിൽ വരട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ വാക്യങ്ങൾ എന്താ? കർത്താവ് ഉയരത്തിലേക്ക് പോയപ്പം ദൂതൻ പറഞ്ഞ വാക്യം, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്തവനായി യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ഉറപ്പാണ് ആ കാര്യം. അന്ന് ഭൂമിയിൽ വന്ന കർത്താവ് ഉയർത്തപ്പം ദൂതൻ പറഞ്ഞാണ്, നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ഒരു മാറ്റവും ആ കാര്യത്തിനകത്തില്ല. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ഞാൻ അങ്ങനെ ആ വാക്യങ്ങൾ അങ്ങ് പറഞ്ഞു പോയാൽ എത്ര നേരം പറയാൻ പറ്റുമോ നിങ്ങൾ ചിന്തിച്ചോ. എന്നാൽ ഈ തെസ്സലോനിക്ക ലേഖനത്തിനകത്ത് മാത്രമുള്ള വാക്യങ്ങൾ ഒന്ന് വേദപുസ്തകം പെട്ടെന്ന് മറിക്കാം. ഇവിടെ ഈ ദൈവത്തിലേക്ക് തിരിഞ്ഞതിനും 2 പർപ്പസ് ഉണ്ട് കേട്ടോ. 2 പർപ്പസ്. ഒന്ന് ടു സെർവ്, 2 ടു വെയിറ്റ് ഫോർ ദ ലോർഡ്. തിരിഞ്ഞതിന് 2 പർപ്പസ്, ടു സെർവ് ആൻഡ് ടു വെയിറ്റ് ഫോർ ദ ലോർഡ്. അതും ഞാൻ 8-ാം വാക്യത്തിൽ 2 കാര്യം പറഞ്ഞു, 9-ാം വാക്യത്തിൽ 2 കാര്യം പറഞ്ഞു, 10-ാം വാക്യത്തിൽ 2 കാര്യം പറഞ്ഞു. നോട്ട് എഴുതുന്നവർക്ക് പിന്നാലെ അതൊന്ന് നോക്കി വെച്ചാൽ മതി. ഈ തെസ്സലോനിക്ക ലേഖനം ആക്സ് 17-ന്റെ 7-ലാകത്താണല്ലോ പൗലോസ് അവിടെ ചെല്ലുന്നത്. ആക്സ് 17-ന്റെ 7-ൽ
മറ്റൊരു രാജാവ് വേറൊരു രാജാവിനെ പറ്റി പ്രസംഗിക്കുന്നു എന്നാണ് അവർക്ക് നേരെ ആരോപിച്ച കുറ്റം. ദാറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ഹിസ് കമ്മിങ്. ഇനി 1 തെസ്സലോനി 2:19, 1:10 നിങ്ങൾ കണ്ടല്ലോ ആ പ്രത്യക്ഷത. 2:19 നോക്കിയേ, അതേ വാക്ക് അവിടെ ഉണ്ട്, അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ. കണ്ടോ വാക്ക്. 3:13 സെയിം കാര്യം, യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ. 3:13 കണ്ടോ. 4:15 എങ്ങനെ വായിക്കുന്നത്? കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ഇരിക്കുന്നവർ. 5:2 കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. 5:23 യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. 2 തെസ്സലോനി 2:1 കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് 2:8 അവന്റെ തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷത പ്രഭാവത്താൽ നശിപ്പിക്കും. ഞാൻ 1 തെസ്സലോനിക്കും 2 തെസ്സലോനിയൻസിനകത്തെ വാക്യം മാത്രമേ വായിച്ചുള്ളൂ. നമ്മുടെ കർത്താവ് വരുന്നു. അവിടെ എസ്കറ്റോളജിക്കൽ റാത്ത് അല്ല, ഇറ്റേണൽ റാത്ത്. അത് നിങ്ങൾ ആ ടൈം ഇപ്പൊ ഓർക്കാമെങ്കിൽ ഓർത്തോ. ഇറ്റേണൽ റാത്താണ് എവിടെ പറഞ്ഞേക്കുന്ന വാക്യങ്ങൾ. മത്തായി 7 3:7, 24-21, ലൂക്ക് 21:33, റെവലേഷൻ 6:16 and 17. ഇവിടെ എല്ലാം ആ ഇറ്റേണൽ റാത്തിനെ പറ്റി കാണാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 10 മാർക്കുണ്ടോ? ഈ 10 മാർക്ക് നമുക്കുണ്ടോ? ഇതില്ല. പീറ്റർ ഇതേ കാര്യം 2 പീറ്റർ 1 പറയുന്നെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നോ? അവിടെ ഒരു വാക്യമുണ്ട്, നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊള്ളുവിൻ. വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊള്ളുവിൻ. പാപം നമ്മിലുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ്, വിശ്വാസത്തിന്റെ പ്രോഡക്റ്റ് ഉണ്ടാകുകയില്ല. പാപം നമ്മിലുണ്ടെങ്കിൽ സ്നേഹത്തിന്റെ അഫെക്ഷൻ ദൈവത്തോടുണ്ടാകുകയില്ല. പാപം നമ്മിലുണ്ടെങ്കിൽ രക്ഷ, ആ പ്രത്യാശയുടെ കണ്ടിന്യൂവേഷൻ നമ്മിൽ കാണുകയില്ല. പാപം നമ്മിലുണ്ടെങ്കിൽ ദൈവവചന ശുശ്രൂഷ വളരെ ബോറായിരിക്കും. പാപം നമ്മിലുണ്ടെങ്കിൽ രൂപാന്തരം നടക്കുകയില്ല. പാപം നമ്മിലുണ്ടെങ്കിൽ പ്രതിസന്ധിയിൽ നമ്മൾ തളർന്നു പോകും, സന്തോഷം ഉണ്ടാകുകയില്ല. പാപം നമ്മിലുണ്ടെങ്കിൽ ഒരു മാതൃകാ ജീവിതവും നമ്മിൽ കാണുകയില്ല, ഒരു ഇല്ലുസ്ട്രേഷനും കാണുകയില്ല. പാപം നമ്മിലുണ്ടെങ്കിൽ പ്രൊക്ലമേഷനെ പറ്റി നമുക്ക് യാതൊരു കാഴ്ചപ്പാടും ഉണ്ടാകുകയില്ല. പാപം നമ്മിലുണ്ടെങ്കിൽ സബ്ജുവേഷനോ സമർപ്പണമോ ഒബീഡിയൻസോ സറണ്ടറോ ഉണ്ടാകുകയില്ല. പാപം നമ്മിലുണ്ടെങ്കിൽ ഒരു പ്രത്യാശയും നമ്മിൽ കാണുകയില്ല. അങ്ങനെങ്കിൽ 10 മാർക്ക്. എ ഫെയ്ത്ത് ദാറ്റ് വർക്ക്, പ്രൊഡക്ഷൻ. എ ലവ് ദാറ്റ് ലേബേഴ്സ്, അഫെക്ഷൻ. എ ഹോപ്പ് ദാറ്റ് പെർസിവേഴ്സ്, continuation. Has been under a preaching that is powerful, presentation. Has a life that is new, transformation. A joy that is transcendent, jubilation. A behavior that is exemplary, illustration. A witness that is strong, proclamation. An allegiance that is submit, subjugation. And a waiting for Jesus, expectation or anticipation. ഈ അടയാളങ്ങൾ നമ്മിലുണ്ടെങ്കിൽ, ഈ 10 അടയാളമാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ ഒടുവിൽ പറഞ്ഞ 5 കാര്യമാണ് പവർഫുൾ പ്രീച്ചിങ്ങിന്റെ എഫക്റ്റ്. ഇങ്ങനെ ഈ അടയാളങ്ങളുള്ള ഒരു ക്രിസ്തീയ ജീവിതം വിജയകരമായിട്ട് നയിക്കാൻ ആത്മാവ് നമ്മിൽ നിറയട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിന്റെ പൊന്നു തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.